ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ നിധി സുധീഷിനെ രാത്രി ഉറക്കത്ത് നീപ്പിച്ചിട്ട് എന്നിട്ട് പറയുന്നത് നമുക്കൊന്ന് പുറത്ത് പോകാൻ എനിക്കൊന്ന് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷാണെങ്കിൽ നിധിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അവളെ സ്നേഹം പറയാനെന്നൊക്കെ വിചാരിച്ചിട്ട് സുധീഷ് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എന്തായാലും സുധീഷും നിധിയും കൂടി പുറത്ത് പോകുന്നുണ്ട്. പുറത്ത് പോകുന്ന സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട്, നമ്മൾ ഈ നാടകങ്ങളെ അവസാനിപ്പിക്കേണ്ടേ, നമ്മളെ രണ്ടാളുടെ ഈ കൊടുക്കുന്ന നമ്മൾ രണ്ടാളും രക്ഷപ്പെടേണ്ടേ, സുധീഷിൻ്റെ ജീവിതം ജീവിക്കേണ്ടേ, എനിക്ക് എൻ്റെ ജീവിതം ജീവിക്കേണ്ട, അതിന് ഈ ഒരു ബന്ധം തടസ്സമാവാൻ പാടില്ല. അതുകൊണ്ട് നാളെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഡൈവേഴ്സിന് അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ ആകെ വിഷമിക്കുന്നുണ്ട്. എന്തായാലും അവൾ നിധി പറയുന്നത് ഇനി ഒരിക്കലും വൈകിക്കേണ്ട, നാളെ തന്നെ നമ്മളൊരു അഡ്വക്കേറ്റിനെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം നമ്മൾ നിധിയും സുധീഷും കൂടി ഒരു അഡ്വക്കേറ്റിനെ കാണാൻ പോകുന്നുണ്ട്. അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 2 മാസമല്ലേ ആയിട്ടുള്ളൂ, അപ്പോഴേക്ക് എന്തിനാണ് നിങ്ങൾ ഡൈവേഴ്സിന് ഒരുങ്ങണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട്, എനിക്ക് സുധീഷിനെ ഇഷ്ടമല്ല, സുധീഷിനെ എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും മ്യൂച്വൽ ഡൈവേഴ്സിനാണ് സാർ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷാണെങ്കിൽ ഒന്നും ഉണ്ടാതിരിക്കേണ്ട. ആ സമയത്ത് അഡ്വക്കേറ്റ് ചോദിക്കേണ്ടത്, എന്താ ഇയാൾക്കൊന്നും പറയാനില്ലേ എന്ന് പറയുമ്പോൾ അല്ല അപ്പം നിധി പറയണ്ടേ, എൻ്റെ അഭിപ്രായം തന്നെ സുധീഷിൻ്റെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അവർ രണ്ടാളുടെ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട്, ആധാർ കാർഡ് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നിധിയുടെ കയ്യിൽ ആധാറില്ല. ആധാർ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സുധീഷിനാണെങ്കിൽ വലിയ സന്തോഷമുണ്ട്. ഇനി ഒരിക്കലും ഡൈവേഴ്സ് നടക്കില്ല വിചാരിച്ചിട്ട് അവൻ വേഗം അവൻ്റെ ആധാർ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അഡ്വക്കേറ്റ് നിധിയുടെ ആധാറും ചോദിക്കുന്നുണ്ട്. നിധി പറയുന്നത്, എൻ്റെ കയ്യിൽ ആധാർ ഇല്ല സാറെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആധാർ ഇല്ലാതെ എങ്ങനെ പിന്നെ നിങ്ങളുടെ വിവാഹം നടന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെനിക്കറിയില്ല, ആ സമയത്ത് അങ്ങനെ നടന്നു, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, വിവാഹം ഒരിക്കലും ആധാർ ഇല്ലാതെ സംഭവിക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നിധി വിചാരിക്കുന്നുണ്ട്, സുധീഷ് എന്തോ കള്ളത്തരം ഒപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് സുധീഷിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. സുധീഷ് പറയണ്ടേ, ഞാനൊന്നും കാട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആധാറില്ലാത്തതുകൊണ്ട് രണ്ടാളും വീട്ടിലേക്ക് തിരിച്ച് മടങ്ങുന്നുണ്ട്. ഡൈവേഴ്സ് ഒന്നും നടക്കണില്ല. പിന്നെ കാണിക്കണത് നമ്മുടെ അഡ്വക്കേറ്റ് നേരെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോയിട്ട് ഹരീഷിനോട് പറയണം, നിൻ്റെ ഏട്ടനും ഏടത്തിയമ്മയും വന്നിരുന്നു ഇങ്ങനെ ഡൈവേഴ്സിന് വേണ്ടിയിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഹരീഷിന് ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമമായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സുധീഷിനിട്ടിട്ട് നാലെണ്ണം പൊട്ടിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഡൈവേഴ്സ് ചെയ്യാൻ വഴുകിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ എന്തിനാ നിങ്ങൾ സ്നേഹിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുഭാഷേട്ടൻ വന്ന് തടഞ്ഞിട്ട് എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.